നമ്മൾ എല്ലാവരും കേട്ട് കാണും, തടി കുറയ്ക്കാനും പ്രഷർ കുറയ്ക്കാനും ഹൃദയാരോഗ്യം കൂട്ടാനും എല്ലാം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് നല്ലതാണെന്ന്. പക്ഷേ പുതിയ പഠനങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ കരുതുന്നത് പോലെ അത്ര ഗുണകരമല്ല. അറിയാം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് വിശദമായി. എന്താണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്? ഒരു ഡെഫിനിഷൻ രൂപത്തിൽ പറയുകയാണെങ്കിൽ 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ 4 മുതൽ 6 മണിക്കൂറിനുള്ളിൽ 2-3 തവണ ഭക്ഷണം കഴിക്കുകയും ബാക്കി സമയം ഉപവസിക്കുകയും ചെയ്യുന്ന രീതിയാണിത്. കാര്യം മനസ്സിലായില്ല അല്ലേ? വിശദമായി തന്നെ പറയാം. ഒരു ദിവസത്തിൽ 24 മണിക്കൂറല്ലേ ഉള്ളത്? അപ്പോൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് നടത്തുന്ന ഒരു വ്യക്തി ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഫാസ്റ്റിംഗ് ആരംഭിച്ചു എന്ന് കരുതുക. അന്ന് രാത്രിയിലെ അത്താഴവും കഴിച്ചില്ല, പിറ്റേന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒഴിവാക്കി. എന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയായപ്പോൾ ഉച്ചഭക്ഷണം കഴിച്ചു. അപ്പോൾ തലേ ദിവസം 6 മണി മുതൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ, അതായത് 18 മണിക്കൂർ അയാൾ ഭക്ഷണം യാതൊന്നും കഴിച്ചില്ല. ഇതാണ് ഫാസ്റ്റിംഗ് ടൈം. ഉച്ചഭക്ഷണത്തിന് ശേഷം 6 മണിക്കൂറിനുള്ളിൽ 2 തവണ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അതായത് വെറും 6 മണിക്കൂർ മാത്രമാണ് ആ ദിവസം ആ വ്യക്തി ഭക്ഷണം കഴിച്ചത്. ബാക്കി സമയമെല്ലാം ഭക്ഷണം സ്കിപ്പ് ചെയ്ത് ഉപവാസത്തിലുമായിരുന്നു. ഇതാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. എന്നാൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ദീർഘകാലം പിന്തുടർന്നാൽ ഹൃദയാരോഗ്യത്തിന് ദോഷകരമാണെന്നാണ് അടുത്തിടെ നടന്ന ഒരു പഠനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത്. ദിവസവും 8 മണിക്കൂറിനുള്ളിൽ ഒരു ദിവസത്തേക്ക് മുഴുവൻ ആവശ്യമായ ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നവർ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കാരണം മരിക്കാനുള്ള സാധ്യത 91% കൂടുതലാണെന്നാണ് ഈ പഠനം ചൂണ്ടിക്കാട്ടുന്നത്. ഹൃദയാരോഗ്യത്തിന് നല്ലതല്ലേ എന്ന് കരുതി ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് ഇത് ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഉപവാസം ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ എന്ന ഹോർമോണിന്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. ഇത് രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും വർദ്ധിപ്പിക്കും. ദീർഘകാലം ഇത്തരത്തിൽ തുടർന്നാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളിലേക്കായിരിക്കും നയിക്കുക. 12-18 മണിക്കൂർ ഫാസ്റ്റിംഗ് നടത്തിയതിനു ശേഷം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇഷ്ടമുള്ളതെല്ലാം വാരി വലിച്ച് കഴിക്കുന്ന ഒരു സ്വഭാവം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന പലരിലും കാണാറുണ്ട്. ഇത് അപകടകരമാണ്. ഫാസ്റ്റിംഗ് ചെയ്യുന്നതിനൊപ്പം മോശം ഭക്ഷണ രീതിയും കൂടിയാകുമ്പോൾ LDL കൊളസ്ട്രോൾ അഥവാ ചീത്ത കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത് രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് സമീകൃത ആഹാരം കഴിക്കാൻ നിർബന്ധമായും ശ്രദ്ധിക്കണം. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്നല്ല, ഏത് തരത്തിലുള്ള ഫാസ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പായും ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് രക്തസമ്മർദ്ദം, പ്രമേഹം, പിത്താശയക്കല്ല് തുടങ്ങിയ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് മുൻകൂട്ടി പരിശോധിക്കാനും തിരിച്ചറിയാനും അതിനനുസരിച്ച് ഫാസ്റ്റിംഗ് ആരോഗ്യകരമായി ക്രമീകരിക്കാനും ഇത് വളരെയധികം സഹായിക്കും. ഇനി ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് നടത്തുമ്പോൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയാം. കൊഴുപ്പും കലോറിയും കുറഞ്ഞ ഭക്ഷണം കഴിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അതോടൊപ്പം ആന്റി ഓക്സിഡന്റുകളും പ്രോട്ടീനും കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയും വേണം. ഇത് ഹൃദ്രോഗ സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കും. ചുരുങ്ങിയ കാലയളവിൽ, അതായത് വർഷത്തിൽ 2-3 മാസം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്തെന്ന് കരുതി ദോഷഫലങ്ങളൊന്നും ഉണ്ടാകില്ല. ഇത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്നാണ് പൊതുവെ പഠനങ്ങൾ പറയുന്നത്. പക്ഷേ ദീർഘകാലം പിന്തുടർന്നാൽ അത്രത്തോളം ഗുണം ചെയ്യില്ല. ദോഷഫലങ്ങളെ കുറിച്ച് കൂടുതലായി അറിയാൻ ഇനിയും കൂടുതൽ ഗവേഷണങ്ങളുടെ ആവശ്യവുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വിവരങ്ങൾ മനസ്സിൽ വെക്കുക. ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം.